ഗൈസ്, റൈറ്റ് ആൻഡ് റിവ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ജാക്ക് ഹാമറിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ചോമാരോട് ചോദിച്ചിരുന്നു വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാൻ തരുമെന്ന്. അവരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ആ വണ്ടിയെക്കുറിച്ച് മിനിമം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ തന്നെ അതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ വണ്ടിയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വെക്കാം. കൂടുതൽ ലാഗ് അടിപ്പിക്കേണ്ടല്ലോ, നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വണ്ടി നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ കാര്യങ്ങളാണ് ഇതിലുള്ളത്. കാരണം ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ചത് അത്ര സിമ്പിളല്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആളോട് തന്നെ ചോദിക്കാം. നമ്മുടെ സാധാരണ വണ്ടിയിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഈ വണ്ടിയുടെ ഇന്ത്യയിലൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ വണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വണ്ടി ഇത് പല കാര്യങ്ങളും ഉപയോഗിക്കുന്ന വണ്ടിയാണിത്. ട്രാക്ടറാണിത്. നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നതായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പാറ പൊട്ടിക്കാൻ വേണ്ടി വണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ വണ്ടിക്കൊരിതുണ്ട്, ഈ വണ്ടി 35 കിലോമീറ്റർ മേലോട്ട് ഈ വണ്ടി കയറില്ല. അതായത് ഈ വണ്ടി നമ്മുടെ ഗിയർ സിസ്റ്റം വരുന്നത് നമ്മുടെ ഗിയർ സിസ്റ്റം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്രണ്ടിലോട്ട്, പിന്നെ തേർഡ് ബാക്കിൽ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. ഇത് ചിലപ്പോൾ കാണാൻ പറ്റും ഇവിടെ. ഈ വണ്ടി 35 കിലോമീറ്റർ മേപ്പോട്ട് കയറില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാർ ഓടിക്കുന്ന വള്ളി ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്സിലേറ്റ് വരുന്നത് ഈ ലിവറിലാണ്. ഈ കാണുന്ന ലിവറിലാണ് ഇതിൻ്റെ ആക്സിലേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ബ്രേക്ക് ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും എയറിലുള്ളതാണ്. ബ്രേക്ക് ആണെങ്കിലും ക്ലച്ച് ആണെങ്കിലും എല്ലാ സാധനങ്ങളും എയറിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ 35 കിലോമീറ്ററിൽ ഈ സാധനം പോകത്തുള്ളൂ. അതിപ്പം പിന്നെ 4 ഗിയർ വരെ ഉള്ളൂ, 4th ഗിയർ വരെ ഉള്ളൂ. അപ്പം 4th ഗിയർ ഏത് ഗിയറിൽ പോയാലും 4th ഗിയറിൽ കയറിയാലും ഈ വണ്ടി കുറഞ്ഞ ഒരു 35 അല്ലെങ്കിൽ 40 കിലോമീറ്റർ മേപ്പോട്ട് ഈ വണ്ടി പോകത്തില്ല. പിന്നെ സാധാരണ വണ്ടി ഓടിക്കുന്നില്ല. ഇതിൻ്റെ ആക്സിലേറ്ററിലാണ്, അതുപോലെ ഇൻഡിക്കേറ്റർ അതിനുള്ള സിസ്റ്റം എല്ലാം വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കാർ ഓടിക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ എല്ലാം നിൽക്കത്തില്ല. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സാധനങ്ങൾ ഇതിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ വണ്ടി കൊണ്ടുപോകുന്നത്. ബ്രോ, നമുക്ക് ഈ വണ്ടിയുടെ ഇന്ത്യയിലും കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഇനി നമുക്കുള്ളത് ഈ വണ്ടിയുടെ എഞ്ചിന് 55 HP എഞ്ചിനാണ് ഈ വണ്ടി വരുന്നത്. ഒരു ഏകദേശം കമ്പനി പറഞ്ഞ 2500 കിലോ വരെ ഈ വണ്ടി വെയിറ്റ് താങ്ങുമെന്നുള്ളതാണ്. ഈ വണ്ടിയുടെ ഗിയറിംഗ് സിസ്റ്റം ആണെങ്കിലും 16 ഫോർവേഡ്സും 4 റിവേഴ്സ് എന്ന രീതിയിലാണ് ഇതിൻ്റെ ഗിയറിംഗ് സിസ്റ്റം വരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം നമുക്ക് അറിയത്തില്ല. കാരണം ഈ വണ്ടിയെക്കുറിച്ച് നമുക്ക് അത്ര ധാരണ കാര്യങ്ങളൊന്നും. ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ ഈ സീറ്റിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ലിവറാണ് എൻ്റെ ഹാൻഡ് ബ്രേക്ക് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഈ വണ്ടിയുടെ ഹാമറിംഗ് ഓൺ ആക്കാൻ വേണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു ലിവർ ഉണ്ട്. അത് ഓൺ ആക്കുന്നതിലൂടെയാണ് വണ്ടിയുടെ ഹാമറിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവും. ഇത്രയും പവറുള്ള ഈ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന രീതിയിലാണ് ഇതിന്റെ സ്പ്രിംഗ് ആക്ഷൻ വെച്ചാണ് ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പീഡ് മീറ്റർ ആണ് ഇതൊക്കെ. ഇതനുസരിച്ചാണ് ജാക്കി പ്രവർത്തിക്കുന്നത്. ലിവർ വരുന്നല്ലേ? ഇതിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ജാക്കി. അടിക്കുന്നത് കമ്പി ടൂൾസ് എന്ന് പറയുന്നത് ഇത് കമ്പിയാണ്. കമ്പി കണ്ടോ? ആ 2 അടി കമ്പി തന്നെ നല്ല വെയിറ്റ് വരുന്നൊരു ഇതാണ്. അത് കൂടാതെ വേറെ ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വണ്ടിയുടെ ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ രാഗുന്നത്, അതായത് ഈ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ വാക്കത്തേക്ക് മൂർച്ചന കൂട്ടുന്ന പോലെ ടൂൾസും കാര്യങ്ങളൊക്കെ രാഗി മൂർച്ചന കൂട്ടുന്ന ഒരു സാധനമാണത്. അത് ഈ വണ്ടിയിൽ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് വരുന്നതാണ്. അത് ഇങ്ങനെ കറങ്ങിയാണ് അതിന് മൊത്തം രാഗി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ വണ്ടി സംഭവിച്ചിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, അതായത് ഈ ഹെഡ്ലൈറ്റ് ഒക്കെ പൊട്ടിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഹാമറിങ് ചെയ്യുന്ന സമയത്ത്, പാറ അടിക്കുന്ന സമയത്ത് വന്ന് സംഭവിക്കുന്നതാണ്. ഈ വണ്ടി ഓടിക്കുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. ഈ വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ കൊടുത്തേക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും.